C++ ബ്രിഡ്ജ് KTയിലേക്ക് വീണ്ടും സ്വാഗതം. ഇത് ഞാൻ ചന്ന ഭട്ടൂരയാണ് ഉണ്ടാക്കുന്നത്, പഞ്ചാബികളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്ഷണം. അപ്പോൾ അവരതിന് ഹോൾ മസാലയൊക്കെ ഉണ്ടാക്കും. പിന്നെ നമ്മൾ ചന്ന നന്നായിട്ട് കുതിർത്ത ചന്ന വേവിക്കുമ്പോൾ നല്ലോണം വെള്ളമൊഴിച്ച് പിന്നെ അതിൻ്റെ കൂടെ പിന്നെ തേജ്പത്ത വെച്ചാൽ ബിരിയാണിയല്ല, അതിടും. പിന്നെ ഒരു കാർഡമം ചെറുതോ വലുതോ ആയാലും കുഴപ്പമില്ല, ഒരെണ്ണം ഇട്ട് 1-2-3 കഷ്ണം പട്ടയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് അടച്ചു വെച്ചിട്ട് വേവിക്കണം. ായിട്ട് ആദ്യം തന്നെ പാത്രം ചൂടാകുമ്പോൾ കുറച്ച് റിഫൈൻഡ് ഓയിലും ഒരു ഡാഷ് ഓഫ് ഗീയും ഒഴിക്കുക. അപ്പോൾ ഇൻഗ്രീഡിയൻസ് ഒക്കെ ആദ്യമേ തന്നെ കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ, നമ്മൾ എഴുതി വയ്ക്കാറുന്ന ശീലമൊന്നുമില്ലല്ലോ. ഇപ്പോൾ അങ്ങനെ ഇട്ട് കഴിഞ്ഞിട്ട് അതിൽ നല്ലോണം ചൂടാകുമ്പോൾ ഒരു 1/2 ടീസ്പൂൺ ജീരകമിട്ട് പൊട്ടിക്കുക. എന്നിട്ട് ജീരകം ഇട്ട് പൊട്ടിച്ച് കഴിയുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ഉള്ളി അതിലേക്ക് ഇടും. നന്നായിട്ട് സോഫ്റ്റായി. അപ്പം നമ്മൾ അതിലേക്ക് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടു. അപ്പോൾ അരിഞ്ഞ് വെച്ച് ടൊമാറ്റോ ഇടാം. എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് വീണ്ടും അത് സോഫ്റ്റ് ആവാനായിട്ട് ഒന്ന് മൂടി. അപ്പോൾ നല്ലപോലെ ഇത് സോഫ്റ്റായി. ഇതിലേക്ക് നമുക്ക് മസാലകൾ ഇടാം. വാസ്തവത്തിൽ അവർ എല്ലാം ഹോൾ മസാലയാണ് ആദ്യമേ ഉണ്ടാക്കി വെക്കുക. പക്ഷെ ഞാനിപ്പോൾ ഹോൾ മസാല ഉണ്ടാക്കുന്നില്ല. എല്ലാം ഒരു സ്പൂൺ കാശ്മീരി ചില്ലി, എല്ലാം പൊടികളാണ് ഇടുന്നത്. കാശ്മീരി ചില്ലി ഇട്ടാലാണ് അതിൻ്റെ കളറ് വരുള്ളൂ. പിന്നെ ഒരു സ്പൂൺ, 1.5 സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പ് നോക്കിയിട്ടിട്ടാൽ മതി. നന്നായിട്ട് ഇളക്കി. ഞാൻ അധികം എണ്ണ ഒഴിക്കാത്തതുകൊണ്ടാണ്. അപ്പോൾ വാസ്തവത്തിൽ ഇതിങ്ങനെ നന്നായിട്ട് സോഫ്റ്റ് ആവാൻ വെയിറ്റ് ചെയ്യാൻ സമയമില്ലെങ്കിൽ നമുക്കത് ഒന്ന് പതുക്കെ എടുത്തിട്ട് ഒന്ന് അരച്ചാലും കുഴപ്പമില്ല. മൂടി വെച്ചിട്ട് അതിൻ്റെ പച്ചച്ചുവയെല്ലാം മാറുന്നത് വരെ വേവണം. അങ്ങനെ മൂടി വെച്ചിട്ട് നല്ലോണം ഇങ്ങനെ സ്പൂൺ കൊണ്ട് ഉടച്ച് കഴിഞ്ഞിട്ട് ഒരുവിധം ആയി കഴിയുമ്പോൾ, അപ്പോൾ വെള്ളം ഒഴിക്കരുത്, അത് കഴിഞ്ഞ് ആയി കഴിയുമ്പോൾ ഈ ചന്നയിൽ വെള്ളവുമെല്ലാം ഉണ്ടാവില്ല. ചന്ന വേവിച്ചത് എടുത്ത് വെച്ചത് നമ്മളിതിലേക്ക് ഒഴിക്കും. അവസാനം കുറച്ച് ഗരം മസാലയുടെ കുറച്ചൊരു പൊടി. പിന്നെ അത് കഴിഞ്ഞിട്ട് ആംചൂരോ അല്ലെങ്കിൽ ചാട്ട് മസാല പോലത്തെ ഒരു ചാട്ട് മസാല അല്ലെങ്കിൽ ആംചൂര്, അത് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഓപ്ഷനിലാണ്, അതിടാം. അപ്പോൾ അതിനൊരു പ്രത്യേക ഒരു ടേസ്റ്റ്, നല്ലൊരു ടേസ്റ്റ്. അപ്പോൾ ഇതിൽ നമുക്ക് എന്നിട്ട് ലാസ്റ്റ് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് കുറച്ച് ഫ്രഷ് ക്രീം ഇങ്ങനെ ഒഴിക്കാം. ഫ്രഷ് ക്രീം ഒഴിച്ച് അലങ്കരിക്കാം. എന്നിട്ട് കസൂരി മേത്തി ഉപയോഗിക്കും, ഞാൻ എല്ലാത്തിലും ഉപയോഗിക്കും. അത് വേണമെങ്കിൽ ആ ഉള്ളി നല്ലപോലെ വഴറ്റുന്ന സമയത്ത് കസൂരി മേത്തി ഇടാം, അല്ലെങ്കിൽ അവസാനം എടുക്കുന്ന സമയത്ത് ഇതേപോലെ കുറച്ച് കസൂരി മേത്തി നമുക്ക് സ്പ്രിങ്കിൾ ചെയ്തിട്ട് എടുക്കാം. അത് എങ്ങനെ വേണമെങ്കിലും അത് നല്ലൊരു ഫ്ലേവർ തരും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ പ്രിപ്പറേഷൻ. താങ്ക് യു.